മനേഭഞ്ചങ്. ഏകദേശം 1 വർഷം മുമ്പാണ് ഒരു ഹിന്ദി ട്രാവൽ വ്ളോഗിൽ ഈ സ്ഥലത്തെക്കുറിച്ച് ആദ്യമായിട്ട് കേട്ടത്. പകുതി ഇന്ത്യയിലും പകുതി നേപ്പാളിലുമായിട്ടുള്ള ഒരു ചെറിയ ടൗൺ. ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്കും തിരിച്ചും ഫ്രീ ആയിട്ട് പോകാൻ സാധിക്കുന്ന ഒരു സ്ഥലം. ഈ സ്ഥലത്തെക്കുറിച്ച് കേട്ടപ്പോൾ തന്നെ അടുത്ത യാത്രയിൽ ഇവിടേക്ക് പോകണമെന്ന് മനസ്സിൽ തീരുമാനിച്ചതായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. ഈ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് നോർത്ത് ബംഗാളിലെ പ്രധാനപ്പെട്ട ടൗണായ സിലിഗുരിയിൽ നിന്നാണ്. നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളോടും ബീഹാർ, സിക്കിം, ആസാം എന്നീ സംസ്ഥാനങ്ങളോടും ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് സിലിഗുരി. ഇവിടെ നിന്നെല്ലാമുള്ള ആളുകളെയും അവരുടെ ജീവിത രീതിയും സംസ്കാരവും ഒക്കെ നമുക്ക് സിലിഗുരിയിൽ കാണാൻ സാധിക്കും. നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെ കവാടം എന്നാണ് സിലിഗുരി അറിയപ്പെടുന്നത്. സിലിഗുരിയിൽ നിന്ന് മനേഭഞ്ചിന് 4 കിലോമീറ്റർ ദൂരെയായിട്ടുള്ള സിമാന ബസാറിലേക്ക് ഞങ്ങൾക്കൊരു ഡയറക്റ്റ് ഷെയർ ടാക്സി കിട്ടി. ബസ്സുകളേക്കാൾ ഇതുപോലത്തെ ഷെയർഡ് സുമോകളാണ് ഇവിടെ കൂടുതലുള്ളത്. മനേഭഞ്ചൻ പോലെ തന്നെ ഇന്ത്യ നേപ്പാൾ ബോർഡറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ടൗണാണ് സിമാനയും. അധികം പ്ലാൻ ചെയ്യാത്തൊരു യാത്രയായതുകൊണ്ട് ഇനി കാണാൻ പോകുന്ന സ്ഥലങ്ങളെ പറ്റിയുള്ള എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. ഏകദേശം 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സിമാന ബസാറിലെത്തി. കളർഫുള്ളായിട്ടുള്ള വീടുകളും നിറയെ ബുദ്ധിസ്റ്റ് ഫ്ലാഗുകളൊക്കെ ഉള്ളൊരു ചെറിയ ടൗണാണ് സിമാന ബസാർ. സിമാന എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അതിർത്തി എന്നാണ്. ഇവിടെ ഒരു ഹോം സ്റ്റേയുടെ ടെറസിൽ ടെൻ്റ് അടിക്കാനായിട്ടൊരു വീട്ടുകാർ സമ്മതിച്ചു. ഈ ടെറസിൽ നോക്കിക്കഴിഞ്ഞാൽ ദൂരെ കാഞ്ചൻജംഗ കാണാൻ സാധിക്കും. ഇപ്പോൾ നല്ല ക്ലൗഡി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് വീഡിയോയിൽ അത് കാണാനായിട്ട് പാടാണ്. നമ്മളിപ്പോൾ നേപ്പാളിൽ കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. യാതൊരു ചെക്കിങ്ങോ ഒന്നും ഇവിടെ ഉണ്ടായില്ല. ഇത്രയും ഈസി ആയിട്ടുള്ളൊരു ബോർഡർ ക്രോസിങ് എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ടെൻ്റ് അടിക്കാനായിട്ട് ഇവർ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷൊന്നും വാങ്ങിയില്ലായിരുന്നു. പക്ഷെ രാത്രി ആയപ്പോഴേക്കും ഒരു ക്യാമ്പ് ഫയറും നല്ലൊരു ഡിന്നറും എല്ലാം ഇവർ നമുക്ക് വേണ്ടി സെറ്റ് ചെയ്തു. നമ്മുടെ വീട്ടിൽ വന്ന ഒരു ഗസ്റ്റുകളെ പോലെയാണ് ഇവർ ഞങ്ങളോട് പെരുമാറിയത്. ഭയങ്കര ഫ്രണ്ട്ലി ആൻഡ് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ഹോം സ്റ്റേയിലെ. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ ഈ ഹോം സ്റ്റേയിൽ തീർച്ചയായിട്ടും താമസിക്കണം. ഞങ്ങൾ ഇവരുടെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. ഞങ്ങളുടെ ക്യാമറയൊക്കെ കണ്ടിട്ട് അയൽപക്കത്തുള്ള 2 കുട്ടികൾ വന്നു. അതിലൊരാൾക്ക് ഫോട്ടോഗ്രാഫിയിലൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആണ്. അവർക്ക് ക്യാമറയിലെ ബേസിക് ഫങ്ഷൻസൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ഭയങ്കര സ്മാർട്ടായിട്ടുള്ള കുട്ടികളാണ്. പെട്ടെന്ന് തന്നെ ഫോട്ടോ എടുക്കാൻ പഠിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം ഞങ്ങൾ മനേഭഞ്ചനിലേക്കുള്ള നടത്തം സ്റ്റാർട്ട് ചെയ്തു. സിമാനയിൽ നിന്ന് പൈൻമരങ്ങളുടെ ഇടയിലൂടെ 4 കിലോമീറ്റർ കുത്തനെ ഇറക്കമാണ് മനേഭഞ്ചൻ വരെ. സിമാനയേക്കാൾ വലിയൊരു ടൗണാണ് മനേഭഞ്ചൻ. സിമാന പോലെ തന്നെ നേപ്പാൾ ബോർഡറിലാണ് മനേഭഞ്ചനും ഉള്ളത്. നേരത്തെ പറഞ്ഞല്ലോ, പകുതി ഇന്ത്യയിലും പകുതി നേപ്പാളിലും ആയിട്ടുള്ള ഒരു ടൗണാണ് മനേഭഞ്ചൻ. ഇവിടെ ഇന്ത്യയിലുള്ള ബിൽഡിങ്സിൽ ഇന്ത്യൻ ഫ്ലാഗും നേപ്പാൾ സൈഡിലുള്ള ബിൽഡിങ്സിൽ അവരുടെ ഫ്ലാഗും വെച്ചിട്ടുണ്ട്. ഇവിടെയും നേപ്പാൾ സൈഡിലേക്ക് കടന്നപ്പോൾ പ്രത്യേകം ചെക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ടൂറിസ്റ്റുകളാണെന്ന് മനസ്സിലായിട്ടാണെന്ന് തോന്നുന്നു. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു.
അതേപോലെ ഒരുപാട് ദൂരം മുന്നോട്ട് പോകരുതെന്നും പെട്ടെന്ന് തന്നെ തിരിച്ചു വരണമെന്നും പറഞ്ഞു. ഇവിടെ നേപ്പാൾ സൈഡിൽ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട്. ഇന്ത്യക്കാർക്കും നേപ്പാളുകാർക്കും മാത്രമേ ഇങ്ങനെ ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ അനുവാദമുള്ളൂ. അതുപോലെ നേപ്പാളിലെ ഏതോ ഗ്രാമത്തിലേക്ക് ഒരു റോഡ് പണിയുന്നുണ്ട്. ഇവിടുന്ന് ഈ വണ്ടി അങ്ങോട്ടാണ് പോകുന്നത്. आपका घर नेपाल साइड में है ना? नेपाल साइड में है, लेकिन आप फ्रीली इंडिया जा सकता है. हाँ इधर स्टूडेंट्स भी ऐसा कर सकता है, स्टडीज भी ऐसा कर सकता है. सकता है हाँ आराम से. इंडिया में यहाँ का जितना भी लोग है इंडिया ही पढ़ता है. इंडिया में पढ़ता है. इंडिया में पढ़ता है. नेपाल यहाँ तो स्कूल ही नहीं है इधर. झंडी मुंडी पाना मुकुट भोटे बोन बोल्दै त मेरो लाली 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 झन्डे पाना 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 भोटे छैन भाइ. എവറസ്റ്റും കാഞ്ചൻജംഗയും ഉൾപ്പെടെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 5 കൊടുമുടികളിൽ 4 കാണാൻ പറ്റുന്ന സ്ഥലമാണ് സന്ദക്ഫു. മനേപഞ്ചിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്ററാണ് സന്ദക്ഫുവിലേക്കുള്ളത്. ഫോർ ഇൻറ്റു ഫോർ വാഹനങ്ങളിലും ട്രക്ക് ചെയ്ത് നമുക്ക് സന്ദക്ഫുവിൽ എത്താൻ സാധിക്കും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള ബ്രിട്ടീഷ് ലാൻഡ് റോവറുകളാണ് ഇവിടെ ഈ സന്ദക്ഫു യാത്രയ്ക്ക് ഉപയോഗിക്കുന്നത്. ഈ ട്രിപ്പിന് പോകാനായിട്ട് ഒത്തിരി ആൾക്കാർ മനേപഞ്ചനിൽ വരുന്നുണ്ട്. ഇപ്പോഴും ഇത്രയും പഴക്കമുള്ള ഈ ലാൻഡ് റോവറുകൾ സുഖമായി ഓടുന്നുണ്ടെന്നുള്ളത് ഒരു അത്ഭുതകരമായ കാഴ്ചയാണ്. മനേഭഞ്ചൻ ടൗണിൽ സ്റ്റേ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വീണ്ടും ഒരു 5 കിലോമീറ്റർ ദൂരം കൂടെ നടന്നിട്ട് ഗുരുദും എന്നൊരു വില്ലേജിലാണ് ഞങ്ങൾ നൈറ്റ് സ്റ്റേ ചെയ്തത്. പൂച്ചെടികളും പച്ചക്കറി കൃഷിയും ഒക്കെ ആയിട്ട് മലയുടെ മുകളിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലേജ് ആയിരുന്നു ഗുരുദും. ഇരുപത്തഞ്ച് വീടുകൾ മാത്രമുള്ള ഒരു ചെറിയ വില്ലേജാണ് ഗുരുദും. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 8000 അടി ഉയരത്തിലാണ് ഗുരുദും വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. ഗുരുദും വില്ലേജിന് ചുറ്റും സിംഹാലില നാഷണൽ പാർക്കിൻ്റെ ഭാഗമായിട്ടുള്ള ഡീപ്പ് ഫോറസ്റ്റ് ആണ്. വളരെ റെയർ ആയിട്ടുള്ള റെഡ് പാണ്ടകളുടെ ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റ് കൂടിയാണ് ഈ ഏരിയ. ഇവിടുത്തെ മിക്ക വീടുകളും ഹോം സ്റ്റേസ് ആണ്. സന്ദക്ഫു ട്രെക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട ബേസ് പോയിന്റ് ആണ് ഗുരുദും വില്ലേജ്. ഇവിടുത്തെ മിക്ക ഹോം സ്റ്റേസും സന്ദക്ഫുവിലേക്കുള്ള ട്രെക്ക് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. സിംഹാലില നാഷണൽ പാർക്കിൻ്റെ ഉള്ളിൽ ബംഗാൾ സിക്കിം ബോർഡറിലായിട്ട് കുറച്ച് ഗ്രാമങ്ങളുണ്ട്. ഇനി അവിടേക്ക് പോകാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഫോറസ്റ്റിലൂടെ നടന്ന് സിക്കിമിലേക്ക് പോകാനായിട്ട് ഒരു ട്രെക്കിംഗ് പാത്ത് ഉണ്ട്. ആ കാഴ്ചകളൊക്കെ ആയിരിക്കും അടുത്ത വീഡിയോകളിൽ ഉണ്ടാവുക. ഹിമാലയൻ ഗ്രാമക്കാഴ്ചകളും ഫോറസ്റ്റ് ട്രെക്കിങ്ങുകളും ഒക്കെയുള്ള ആ വീഡിയോസ് മിസ്സാകാതിരിക്കാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ അഡ്വഞ്ചേഴ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.